ഇതൊക്കെ 150 രൂപയുള്ളൂ കേട്ടോ. എറണാകുളം ഗുരുവായൂർ റോഡിലുള്ള തളിക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഷോപ്പിൽ നിന്നാണ് ചെയ്തത്. യൂറോപ്പിലൊക്കെ നിൽക്കുമ്പോഴത്തെ ഒരു ഫീൽ ഉണ്ടാവും. നമ്മൾ ബസലിക്ക ബോം ജീസസിന് ഇറങ്ങി. ഇനി അടുത്തതുകൊണ്ട് ഇല്ല കാണുന്ന വൈറ്റ് കളർ ചർച്ച് ഉണ്ടല്ലോ, സെൻറ്റ് കാതറിൻ ചർച്ച്, അങ്ങോട്ടാണ് പോകുന്നത്. ട്രാവലിംഗ് മെമ്പേഴ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണേ. സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യിച്ചു. മ്യൂസിയം, ചേപ്പൽ ഓഫ് സെൻറ്റ് കാതറിൻ. വർഷങ്ങൾ പഴക്കമുള്ള കല്ലിൽ കൊത്തിയിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ. എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ 1694 കേട്ടോ. ഇതാണ് ഗോവയിലെ സേ കാതീഡ്രൽ ചർച്ച്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പള്ളി എന്നാണ് ഈ പള്ളിയെ പറയപ്പെടുന്നത്. 250 അടി നീളവും 180 സംതിങ് വീതിയുണ്ട് ഈ പള്ളിക്ക്. ഇത് ബസലിക്ക ഓഫ് ബോം ജീസസ് ആ ചർച്ചിൻ്റെ തൊട്ടടുത്തായിട്ടാണ് കേട്ടോ. യൂറോപ്പിലൊക്കെ നിൽക്കുമ്പോഴത്തെ ഒരു ഫീലുണ്ടോ അങ്ങനത്തെ. പക്ഷേ ഫീല് ശരീരത്തിൽ കേട്ടോ ഭയങ്കര ചൂട്, കാഴ്ചയിൽ മാത്രമേ ഉള്ളൂ ഫീൽ. ചമ്മോ ഹെവി പള്ളി കേട്ടോ. അത് നേരത്തെ കണ്ടത് ബസലിക്ക ചർച്ച് വേറൊരു ടൈപ്പ്, ഇത് വേറൊരു സ്റ്റൈൽ കേട്ടോ. ഗോവയിൽ വരുന്നവർ ഉറപ്പായിട്ടും ബീച്ച് മാത്രം കണ്ടാൽ പോരാ, ഉറപ്പായിട്ടും ഈ പള്ളികളിൽ വരണം കേട്ടോ. ബീച്ച് ഓക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇങ്ങനൊരു ഇത്രയും വർഷം പഴക്കമുള്ള ഒരു പള്ളി ഒന്ന് ആലോചിച്ച് നമുക്ക് 1594 ആ ഒരു കാലഘട്ടത്തിലൊക്കെ ഉണ്ടാക്കിയൊരു ചർച്ചാണ് കേട്ടോ. രാസ്ത ഹേ नहीं बाहर जाने के लिए ഇത് വഴിയില്ല. ഞാൻ വഴി തെറ്റി നടന്ന് ഇങ്ങനെ വന്നു. ഈ പള്ളി മൊത്തം ചുറ്റി, ഇനി ഒരു ചുറ്റും കൂടെ ചുറ്റണം ആ വെയിലത്ത്. ഞാൻ വിചാരിച്ചു നൈസായിട്ട് ഇതുവഴി അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. അയ്യോ ഞാൻ തണലെത്തി. ഒരു റൗണ്ട് കുറേ ഉണ്ട് കേട്ടോ നടക്കാം. അതൊക്കെ വലിയ പള്ളിയാണ്, ചുറ്റും നടക്കാൻ ഒരുപാടുണ്ട്. സംഭവം വെയിലായതുകൊണ്ടേ അങ്ങനെ തണൽ കണ്ട് തണലത്തെത്തിയിരിക്കുന്നു. പണ്ടത്തെ പീരങ്കിയുടെ ഭാഗങ്ങളൊക്കെയാണ് കേട്ടോ. കണ്ടോ ഇതിലുണ്ടാച്ചിട്ട് പൊട്ടിക്കുന്ന സാധനങ്ങൾ ഇരുമ്പാണെന്ന് തോന്നുന്നു. സ്ട്രോങ് ഭയങ്കര വെയിറ്റ് ആയിരിക്കും. ഇതൊക്കെ പിള്ളേർ നോക്കാൻ കരിങ്കല്ലല്ല, ഇതൊക്കെ ഇത് അതിന് ശേഷമൊക്കെ നമുക്ക് കഴിയും. സ്റ്റോൺസ് ഓഫ് ഗൺ പൗഡർ ഫാക്ടറി. ഗൺ പൗഡർ തോക്കിൻ്റെ ആ വെടിമരുന്ന് ഉണ്ടാക്കുന്ന ഫാക്ടറി എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ എന്തെങ്കിലും സെറ്റപ്പ് ആയിരിക്കും ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നതായിരിക്കാം. ഇത് വേറൊരു ചർച്ചാണ് കേട്ടോ. അതിൻ്റെ അടുത്തായിട്ട് തന്നെ കുഞ്ഞൊരു ചർച്ച്. ഇവിടെ ഇരിക്കാനൊക്കെ അടിപൊളി കേട്ടോ. കാണാനുള്ള ടൈമിലൊക്കെ അടിപൊളിയാണ് കേട്ടോ ഇത് ഇരിക്കാനും. പിന്നെ അവിടെ വേറെ എന്തോ സംഭവം ഉണ്ട് കേട്ടോ, നോക്കാം. ഇങ്ങനൊരു സെറ്റപ്പ് ഇവിടെ ഉണ്ട്. ജലസംഭരണിയായിരിക്കും, അപ്പോൾ പണ്ട് കാലത്തെ ഉള്ളതായിരിക്കാം. സൂപ്പർ. ഞാൻ നോക്കട്ടെ. നല്ല രസമുണ്ട് ഇങ്ങനെ ഇരിക്കാനായിട്ട്, അടിപൊളി. എന്നാലും ഞാൻ വേഗം പുറത്തിറങ്ങാൻ പോവാണ്, കാരണം വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. തണലത്താണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. ദിബിച്ചേട്ടനും സ്നോയ്ക്ക് അതിനകത്തുണ്ട്, പക്ഷേ അവർ കുറേ നേരമായിട്ട്
എന്നെ വെയിറ്റ് ചെയ്ത് പോസ്റ്റ് ആയിരിക്കുന്നതായിരിക്കും. അപ്പോൾ പുറത്തിറങ്ങട്ടെ. ഇനി നമുക്ക് ഫെനി ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി ഉണ്ട്. ഫെനി ഇവിടുത്തെ മെയിൻ ഐറ്റമാണല്ലോ ഫെനി ഇവിടുത്തെ. അപ്പം ആ ഒരു ഫാക്ടറിയിൽ പോകണമെന്നുണ്ട്. അപ്പം അങ്ങനെ ഞാൻ ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോഴത്തേനും ഇവിടെ നിന്ന് ഒരു 20 കിലോമീറ്ററോളം ഉണ്ട്. ഇന്ന് എന്തായാലും നമ്മൾ കുക്ക് ചെയ്യാനുള്ള പ്ലാനുണ്ട്. ഇന്നലെ ഒന്നും വെക്കാനുള്ള സമയം കിട്ടിയില്ല. അപ്പോൾ എന്താ ഞാൻ പച്ചക്കറി വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. പച്ചക്കറി ഒന്നുമില്ല. താങ്ക് യു സർ. അങ്ങനെ നമ്മൾ പച്ചക്കറി വാങ്ങിച്ചു. 170 രൂപ കേട്ടോ ഇത്രയും എടുത്തപ്പോൾ. നമ്മുടെ നാട്ടിലാണെന്ന് തോന്നുന്നു എനിക്കൊന്നും ഇതിലെക്കാട്ട് ലാഭം. ഞാൻ 150 രൂപയും കൊണ്ടാണ് പോയത്. അവനെ പുള്ളി പറഞ്ഞ് കുഴപ്പമില്ല. നമ്മളിപ്പോൾ ഫെനി ഉണ്ടാക്കണ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതായത് എവിടെയാണ് എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ട് പോവാണ്. കാര്യം ഗോവ എന്ന് പറഞ്ഞാൽ മെയിൻ ഫേമസ് ആയിട്ടുള്ള സംഭവം ഫെനി. അപ്പം അതിൻ്റെ ഉറവിടം എവിടെ നിന്നാണെന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി പോവുകയാണ്. ഓൾഡ് ഗോവയിൽ നിന്ന് ഈ സ്ഥലത്ത് 21 കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഫെനി ഉണ്ടാക്കുന്ന സ്ഥലം. അതിനൊരു പേരുണ്ട്. നമ്മൾ അവിടെ ചെന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാം. കുറച്ചങ്ങോട്ട് ഉള്ളിലോട്ടാണെന്ന് തോന്നുന്നു, മെയിൻ റോഡല്ല. നമ്മൾ ഫസ്റ്റ് വീഡിയോ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു 4 ദിവസത്തിനകത്ത് തിരിച്ചു പോകണമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ശരിക്കും പറഞ്ഞിട്ടില്ല, 4 ദിവസം പോരാ. നമ്മൾ ഗോവയിൽ വന്നു കഴിഞ്ഞാൽ ഗോവ എന്താണെന്ന് മനസ്സിലാക്കി മിനിമം ഒരു 4 ദിവസമെങ്കിലും വേണം. 4 ദിവസം ഇവിടെ നിൽക്കണം. അതെ, ഗോവയിൽ വരുന്നവർ കഴിവതും പെട്ടെന്ന് പോകാൻ വേണ്ടി വരരുത്. 4 ദിവസം നിൽക്കണം. അത്രയ്ക്ക് സംഭവങ്ങൾ കാണാനുണ്ട്. ബീച്ച് തന്നെ 1000 ഉണ്ട്. 1000 ബീച്ചുണ്ട്. അതായത് നമ്മൾ ബീച്ചിലോട്ട് പോകണം എന്ന് പറയുമ്പോൾ ഗോവയിലെ ബീച്ച് ഏത് ബീച്ചാണെന്ന് അവർ പോയില്ല. കാര്യം അമ്മാതിരി ബീച്ചുണ്ട്. നോർത്ത് ഗോവയിലാണ് ഏറ്റവും കൂടുതൽ ബീച്ച്. പിന്നെ നമുക്ക് ഒരുപാട് ബീച്ചിൽ കയറി ഇറങ്ങാൻ പറ്റില്ല. കാരണം മെയിൻ ആയിട്ടുള്ള 2 ബീച്ച് കണ്ടല്ലോ. ഇവരെ കൂടെ കാര്യങ്ങൾ നോക്കണ്ടേ. അതുകൊണ്ട് നമ്മൾ ആ 2 ബീച്ചിലേ പോകുള്ളൂ. പിന്നെ ആ ചർച്ചിൽ പോകണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം. നമ്മൾ പോവേണ്ട മാക്സിമം നോക്കിയിട്ടുണ്ട്, കവർ ചെയ്തിട്ടുണ്ട്. സംഭവം നമുക്ക് പറ്റിയ അബദ്ധം എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ആ ഒരു സീനായിപ്പോയി. വൈകുന്നേരത്തെ രാവിലെ മുതൽ 3:30-4 മണി വരെ അതിൻ്റെ അവിടെ ആയി. അത്രയും സമയം നമുക്ക് പോയി. വേറെ സ്ഥലങ്ങളൊക്കെ കാണാനുള്ള ടൈമാണ്. അതായത് റേഡിയേറ്ററിന്റെ താഴെ ഒരു ഓസ് ഉണ്ട്. ആ ഓസ് പൊട്ടിപ്പോയി. പിന്നെ അവരത് വേറെ മേടിച്ചു. സെയിം അല്ല കിട്ടിയത്, വേറെ കട്ട് ചെയ്താണ് കൊണ്ടുവന്നത്. വേറെ ചേട്ടാ റൂട്ട് മാറി. ഇതാണ് ന്യൂ സുവാരി ബ്രിഡ്ജ് കേട്ടോ. അത് നമ്മുടെ നോർത്ത് ഗോവയും സൗത്ത് ഗോവയും തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്ന ബ്രിഡ്ജാണ്. ഇത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ സെക്കൻഡ് ലോങ്ങസ്റ്റ് കേബിൾ സ്റ്റേഡ് ബ്രിഡ്ജാണ്. ഇത് 2 വർഷം ആയതേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ പണിയായിട്ട്. 2022-ലാണ് പൂർത്തിയാകുന്നത്. നമ്മൾ ഫെനി ഉണ്ടാക്കുന്ന സ്ഥലത്തോട്ട് പോകുന്ന വഴിയാണ്. ഭയങ്കര കാടാണ്. കശുവണ്ടി പോലെ ഒരുപാടുണ്ട്. അതിന്നാണല്ലോ ഉണ്ടാക്കുന്നത് അല്ലേ? പറഞ്ഞാൽ മതി. മറ്റേ സിംഹവാലം കുരങ്ങ് നോർമൽ കുരങ്ങല്ലല്ലോ അത്. സിംഹവാലനല്ല, ഫേസ് ഇല്ല. പൂ ചീർന്നു. ദീപുചാണ്ട് മിക്കവാറും കുരങ്ങിന്റെ കടി കിട്ടും. ഒരുപാട് കുരങ്ങ്. നോർമൽ കുരങ്ങല്ലേ? സ്ഥലത്തെത്തിയതാ. ഇതാണ് ഫെനി നിർമ്മിക്കുന്ന സ്ഥലം. ഇതാണ് ഗോവയിലെ ഫേവറേറ്റ് ലിക്കറായ ഫെനി ഉണ്ടാക്കണ സ്ഥലം. ഇതുണ്ടോ? ഇതൊക്കെ അത് ഫെനി ഫില്ല് ചെയ്യണ ബെയറിലാണെന്ന് തോന്നുന്നു കേട്ടോ.
എന്തെന്ന് ഓൺലൈൻ? ഓ ഓക്കെ ഓക്കെ ഓക്കെ. കുടങ്ങൾ എൻ്റെ പൊന്നു. കണ്ടോ കുടങ്ങളൊക്കെ കമത്തി വെച്ചിരിക്കുന്നത്. ഇതോ അവിടെയാണ് ഫെനി ഉണ്ടാക്കുന്ന സംഭവങ്ങൾ കേട്ടോ. ഇതുണ്ടോ, ഞാനൊക്കെ എൻ്റെ ചെറുതിലേ കണ്ടിട്ടുള്ളൂ. ഇതണക്ക് നമ്മുടെ ഉണ്ട് കേട്ടോ, വാറ്റൊക്കെ ഉണ്ടായിരുന്നു, കോടക്കലമൊക്കെ ഉണ്ട്. പോലീസ് വന്നിട്ട് പൊട്ടിച്ചിട്ടൊക്കെ പോകും. എൻ്റെ വീടിൻ്റെ അടുത്തൊക്കെ തന്നെയാണ്. അപ്പോൾ അന്ന് കണ്ടിട്ടുള്ളൂ ഇത്രയും വലിയ കുടങ്ങളൊക്കെ. ഇത് കണ്ടോ, അത് കണ്ടോ, അതിനകത്തൊക്കെ അതാണെന്ന് തോന്നുന്നു ഫെനി ഉണ്ടാക്കിയതിൻ്റെ വേസ്റ്റുകളൊക്കെ ആണെന്ന് തോന്നുന്നു. ഇതൊക്കെ കുടങ്ങളൊക്കെ പൊട്ടിയിട്ടിരിക്കുക, പൊട്ടിച്ചു വാങ്ങി. ഇത് കണ്ടോ, അതിനകത്തൊക്കെ എന്തൊക്കെയോ സെറ്റപ്പുകൾ കേട്ടോ. ട്യൂബൊക്കെ ഉണ്ട് കേട്ടോ അതിനകത്ത്. ഇപ്പോഴാണ് ശ്രദ്ധിച്ചേ. എന്താ എന്താണ് സംഭവം ഇവിടെ ഇപ്പം വർക്ക് ചെയ്യാത്തത് വേറെ ഒന്നുമല്ല, കാഷ്യൂനട്ടിൻ്റെ സീസൺ അല്ല ഇപ്പം. മാർച്ച് ഏപ്രിൽ ഇത് ഈ 2 മാസങ്ങളാണ് കൂടുതലായിട്ട് ഇവിടെ ഫെനി ഉണ്ടാക്കുന്നത്. ആ സമയത്ത് വന്നാലേ ഇത് ഉണ്ടാക്കുന്നത് കാണാൻ പറ്റും. ഇപ്പം അതാണ്, മരത്തിലൊന്നും ഇല്ല സംഭവം. ആ ഒരു സമയത്ത് മാത്രമേ ഇവിടെ വർക്കുന്നുള്ളൂ, അതിൻ്റെ സീസണിൽ. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഈ സംഭവങ്ങളൊക്കെ കാണാൻ പറ്റുമല്ലോ അല്ലേ. പിന്നെ ഫെനിയെന്ന് കേട്ടിട്ടേ ഉള്ളൂ, പിന്നെ വാങ്ങിക്കുകയും കൂടെ വേണം, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫെനി ഉണ്ടാക്കുന്ന സ്ഥലം കണ്ടു. ഫെനി ഉണ്ടാക്കുന്നത് കാണാൻ പറ്റിയില്ലെങ്കിലും സംഭവങ്ങളെല്ലാം നമ്മൾ കണ്ടു. ഭയങ്കര സന്തോഷമുണ്ട്. ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്, വിചാരിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു സ്ഥലത്ത് വരണമെന്ന്. അപ്പോൾ അതിന് സാധിച്ചു. അതെ, ഇനി എപ്പോഴെങ്കിലും മാർച്ച് ഏപ്രിൽ ടൈമിൽ വരുവാണെങ്കിൽ ഉറപ്പായിട്ട് ഇവിടെ വന്നിട്ട് ഇത് ഉണ്ടാക്കുന്ന സംഭവങ്ങൾ നമ്മൾ കാണും അല്ലേ. വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, സ്നോ വിളിക്കാൻ തുടങ്ങി, നമുക്ക് പോവാം. അപ്പോൾ നമ്മൾ ഫെനി ഉണ്ടാക്കുന്ന ഈ സ്ഥലത്ത് നിന്ന് പോവുകയാണ്. ഇനി നമ്മൾ നാട്ടിലോട്ട് പോകാനുള്ള പ്ലാനിലാണ്. പിന്നെ ഇതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ കസൂളോ പ്രീമിയം ഫെനി എന്നാണ്. അങ്ങനെ ഗൂഗിൾ മാപ്പിൽ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ കറക്റ്റായിട്ട് എത്താൻ പറ്റും കേട്ടോ. കസൂളോ എന്ന് അടിച്ചാൽ മതി. പാറൊക്കെ മറ്റേ വരെയും പോകും, കുഴപ്പമില്ല. ഒരു വൈൻ ഷോപ്പിൽ കയറാനേ. ഈ വൈൻ ഷോപ്പിൽ പ്രത്യേകത പറഞ്ഞാൽ നമ്മൾ കാണാത്ത പലതരം ഭംഗിയുള്ള കുപ്പികളുണ്ട് കേട്ടോ. ഇതിനൊക്കെ 350 രൂപയുള്ളൂ കേട്ടോ. ब्लैक डॉग कितना है? 2000 है और ब्लैक वन 1450. ഇതൊക്കെ 150 രൂപയുള്ളൂ കേട്ടോ. 4.5 ലിറ്റർ ഉണ്ട് ഇത്. സംഭവം ഹെവിയാണ്. കോക്കനട്ട് റമ്മാണ് കേട്ടോ. കോക്കനട്ട് റം. ഇത് വൈറ്റ് കളറാണ്. ഇതിനൊക്കെ 800 രൂപയൊക്കെ ഉള്ളൂ കേട്ടോ. ഇനി ഇത് ഫെനി എടുക്കുന്നുണ്ട്. ഇത് ഫെനിയാണ് കേട്ടോ ഇവിടുത്തെ 150. ഗോവയിലെ സ്പെഷ്യൽ സാധനമാണ് അത്. ഇതല്ല 150. Triple sec. It's orange liquor. Orange liquor. So you can add gin also, plain gin. And drink or white rum, plain white rum or plain wood rum. Make a cocktail. എവിടെ എത്ര? 500. ഇത് 500, ഇത് 450. കണ്ട, ഇത് 500 രൂപ. ഇത് സൂപ്പർ പെനിയാണ് ഫെനി. They drink this ura. So after if June month it starts raining now.
So they won't get a fever, cold, all these things. Even TB patient, they can take a small pegs. The cough will remove from their body. And if you have small kids, no, you take it on spoon and make it fire, the alcohol will go. So add some jeera and all, give the juice. So the cough will go. So here nearby Karnataka, this Maharashtra, no, this culture is there. So small kid also, if cold comes, no, they give only feeding. Cold ഒന്നും വരില്ല. So you eat for body. So automatically the cough will come out. That culture is go on culture. Okay sir, thank you sir. Thank you. ഫെനിയെ കുറിച്ചാണ് കേട്ടോ ഈ പറഞ്ഞത്. കുറച്ച് ഒരു ചെറിയ അളവിൽ ഡെയിലി കഴിക്കുന്നത് നല്ലതാണെന്നാണ് പറയുന്നത്. കൊച്ചു കുട്ടികൾക്ക് ജസ്റ്റ് ഫെനി വെച്ചിട്ട് ഫയർ കയറ്റി കൊടുക്കും. ഫയർ ചെയ്യുമ്പോൾ അതിൻ്റെ ആൽക്കഹോൾ കണ്ടന്റ് മാറും. അപ്പോൾ കൊച്ചു കുട്ടികൾ കുടിക്കും. അപ്പോഴവർക്ക് ജലദോഷമൊന്നും വരില്ല എന്നാണ് പറയുന്നത്. എല്ലാവരും ഈ ബോർഡൊന്ന് കണ്ടോണേ. വെൽക്കം ടു കണകുണ. കണകുണ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കണകുണയിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കണകുണ ഹിന്ദിയിൽ എഴുതിയപ്പം കണകുണ എന്നാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഇംഗ്ലീഷിൽ പ്രൊണൗൺസിയേഷൻ എങ്ങനെയാണ് കുണ തന്നെ. കണകുണ കണകുണ ചുമ്മാ നമ്മൾ പറയല്ലേ കണകുണ എന്ന് പറയല്ലേ എന്ന്. ആ കണകുണയാണോ ഈ കണകുണ? അതൊരു മെയിൻ സ്ഥലമാണ് കേട്ടോ കണകുണ എന്ന് പറഞ്ഞാൽ. അത് ഇത്രയും വലിയ ബോർഡൊക്കെ വെച്ചിട്ട്. അപ്പൊ നമ്മൾ കണകുണ എത്തിയിരിക്കുകയാണ്. കണകുണയിലുള്ള ബ്രിഡ്ജാണ് കേട്ടോ. താഴേക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ വിൽക്കാനൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മളിവിടുത്തെ ചെക്ക് പോസ്റ്റ് കിട്ടി കേട്ടോ. ഇവിടെ വരുമ്പോഴത്തേനും കണ്ട ഗവൺമെൻറ് ഓഫ് ഗോവ പോലീസ് ചെക്ക് പോസ്റ്റ്. അപ്പം ഇവിടെ ലിക്കർ കടത്തണുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടുണ്ട്. മദ്യമൊക്കെ കടത്തുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയാണ്. നമ്മളെ വണ്ടിയൊക്കെ ചെക്ക് ചെയ്തു. കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ വെൽക്കം ടു IRT വെസ്റ്റ് കോസ്റ്റ് ടോൾ വേ. ടോൾ ഉണ്ടെന്നാണ് അത് അടുത്ത ചെക്ക് പോസ്റ്റ്. ചെക്ക് പണ്ടാരടങ്ങും. ചെക്കിങ് ആണ് കേട്ടോ. അപ്പോൾ ഗായ്സ് നമ്മുടെ 500 രൂപ വീണ്ടും പോയി കേട്ടോ. സെക്കൻഡിലായിട്ട് നമ്മുടെ 500 രൂപ വീണ്ടും പോയി ചെക്ക് പോസ്റ്റിൽ. ചുമ്മാ അവരെന്തെങ്കിലുമൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ അവർ പൈസ എടുത്തിട്ട് വിടുകയുള്ളൂ. 500 പിടിച്ചു വെച്ചാൽ നമ്മളെ ഗ്യാസ് സിലിണ്ടറിനാണ്. ഗ്യാസ് സിലിണ്ടർ സത്യത്തിൽ അങ്ങനെ ഉണ്ട്. സിലിണ്ടർ കൊണ്ട് വെക്കൂടെന്നാണ് വണ്ടിയിൽ. അത് ഓക്കെ, ഇത് നമ്മുടെ കുഞ്ഞു സിലിണ്ടറാണ്. എന്നാലും പക്ഷേ ഓക്കെ അങ്ങനെ പെറ്റി അടിച്ചത് ഓക്കെ. പക്ഷെ അവർ റെസിപ്റ്റ് തന്നിട്ടില്ല. ഞാൻ റെസിപ്റ്റ് ചോദിച്ചപ്പോൾ പറഞ്ഞ് റെസിപ്റ്റ് ഇല്ല, സാറ് വരണം, ഏതോ സാറ് വരണം, അതുവരെ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അത് നമ്പറാണെന്ന് എനിക്ക് തോന്നി. ഞാൻ പറഞ്ഞ അടുത്ത ചെക്ക് പോസ്റ്റിൽ പിടിച്ചാൽ എന്ത് ചെയ്യും? അത് കാർവാർ ചെക്ക് പോസ്റ്റിൽ ഇങ്ങനെ പെറ്റി അടച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മതി. അവർ വേണമെങ്കിൽ വിളിച്ച് ചോദിക്കുമ്പോൾ അവർ പറയുന്നു എന്ത് ഉടായിപ്പോ എന്തോ അങ്ങനെയാണ് പറഞ്ഞത്. എനിക്കറിയണ്ട ഇനി എവിടെയൊക്കെ ഇതാവും. ഇനി നമ്മൾ ഈ പഴയ വണ്ടിയും കൊണ്ട് നടക്കണേ നമുക്കൊരു പറ്റി തരൂ. സത്യം കേട്ടോ. ഗോവയിൽ വരുന്നവർ എപ്പോഴും സൂക്ഷിക്കണം. നമ്മൾ വന്നിട്ട് പോലീസുകാർക്ക് കൊടുക്കാൻ വേണ്ടി മാത്രം ഒരു എമൗണ്ട് വെച്ചേക്കണം. ഭയങ്കര പ്രശ്നം. എത്രയിടത്ത് ഇന്നലെ തന്നെ എങ്ങനെയൊക്കെയോ ഒരെണ്ണം തെന്നി മാറിപ്പോയി. അപ്പോൾ നമ്മൾ യാത്രയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലെത്തി. 8 ദിവസത്തെ യാത്ര ആയിരുന്നില്ലേ? 8 ദിവസത്തെ യാത്രയായിരുന്നു. പക്ഷേ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. നമ്മൾ സ്നോയിനെയും മീനാക്ഷിനെയൊക്കെ കൊണ്ടുപോയത്. നമുക്ക് ഡീസലിന് ആയെന്ന് പറഞ്ഞാൽ കറക്റ്റ് 20,000 രൂപയായി. പിന്നെ ടോള് എല്ലാം കൂടെ 3000-നകത്തായി ടോള്. ഇതാണ് ആയ ചിലവ്. പിന്നെ ഫുഡിന് വലുതായിട്ടൊന്നും ആയില്ല. കാരണം നമ്മൾ തന്നെ കുക്ക് ചെയ്യണത് കൊണ്ട് വേറെ കുഴപ്പമൊന്നും ആയിട്ടില്ല. ആകെ നമ്മൾ ഏതോ ഒരു 2 ദിവസം എന്താണ്, അതായത് ഒരു 3-4 പ്രാവശ്യം, അല്ല 2 പ്രാവശ്യം 3 പ്രാവശ്യം പുറത്തുനിന്നുള്ള ഫുഡ് കഴിച്ചത്. രജനീകാന്തായിട്ട് നിൽക്കുകയാണ് ചെടി വന്നിട്ട് കട ഒരു കാലോട്ട്. അപ്പോൾ സ്പെക്സ് ഇല്ലാണ്ട് ആളും പറ്റില്ല അങ്ങനെ. അതെ, അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ. ഇതാണ് മെയിനായിട്ട് ഡീസലും ടോളും.
അല്ലാണ്ട് വേറെ എക്സ്പെൻസ് അങ്ങനെ ഒന്നുമില്ല. വലുതായിട്ട് നമ്മൾ പർച്ചേസ് ഒന്നും ചെയ്തില്ല. കുഞ്ഞു എത്ര കൂടി വന്ന ഒരു പർച്ചേസ് ചെയ്തെന്ന് ഒരു 2000. ഇനി നമുക്കുള്ള ചിലവെന്ന് വെച്ചാൽ നമ്മളെ സ്കോർപിയോ ഒന്ന് വർക്ക്ഷോപ്പിലോട്ട് കയറണം. സ്റ്റിക്കർ ചെയ്ത് കേട്ടോ. ഇത് എറണാകുളം ഗുരുവായൂർ റോഡിലുള്ള തളിക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഷോപ്പിൽ നിന്നാണ് ചെയ്തത്. തിരിച്ച് അങ്ങോട്ട് പോകുമ്പോൾ ചെയ്യണമെന്നായിരുന്നു, പക്ഷെ പറ്റിയില്ല. തിരിച്ച് വന്നപ്പോഴാണ് ചെയ്തത്. അങ്ങനെ സ്റ്റിക്കർ. ഇനി നമ്മുടെ വണ്ടിക്ക് കുറച്ച് പണിയൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ചെല്ലാം നല്ല പണിയുണ്ട്. മൊത്തത്തിലൊന്നും നോക്കണം. ഇനി ഓയിൽ ചേഞ്ച് ചെയ്യണം. ഫുള്ള് മൊത്തത്തിൽ ഇത്തവണ നോക്കണം. കാര്യം ലൈറ്റൊന്നും വെട്ടല്ല, ഹെഡ്ലൈറ്റിനൊന്നും വെട്ടമില്ല. ഇനി അടുത്ത വേണം നമ്മൾ പോകുമ്പോൾ നമ്മൾ സെറ്റായിട്ട് പോകും. പക്ഷേ ഇപ്പോൾ എന്തൊക്കെ വേണം വേണ്ടെന്നൊക്കെ ഉള്ളത് നമുക്ക് മനസ്സിലായി. ഇപ്പം യാത്രയിൽ എന്തൊക്കെ വേണം വേണ്ടാന്നൊക്കെ ഉള്ള സെറ്റ് മനസ്സിലായി. ഇങ്ങനെ വണ്ടിയിലാണ് വാൻ ലൈഫ് എന്ന് പറഞ്ഞിട്ടല്ലേ, ഇപ്പോൾ നമ്മൾ വണ്ടിയിൽ തന്നെയാണ് കിടന്നുറങ്ങിയത്. അപ്പം എന്തൊക്കെ വേണം എന്നൊക്കെ ഉള്ളത് നമുക്ക് മനസ്സിലായി. ഇനിയും അടുത്ത യാത്രകൾ ഉടനെ ഉണ്ടാകണമെന്നാണ് നമ്മുടെ ആഗ്രഹം. എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യണം. വഴിയിലാക്കിയില്ല കേട്ടോ. നമ്മൾ സത്യം പറഞ്ഞാൽ പെട്ടെന്ന് ഒരു പ്ലാനിങ് ഇല്ലാതെ ഇറങ്ങിയതാണ്. വണ്ടിയുടെ ഒരു പണിയും നോക്കിയിട്ടില്ല. പക്ഷെ നമ്മൾ വലുതായിട്ടൊന്നും ബുദ്ധിമുട്ടിച്ചില്ല. ആ വെള്ളം ലീക്കായത്, അതായത് കൂളന്റിന്റെ ഒരു ഓസ് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അത് അപ്പോൾ അവിടെ തന്നെ വെച്ചാൽ ഒരു 1500-1800 ആള് അവര് ഇട്ട കൂളന്റ് ഓസ് വന്നിട്ട് ഒറിജിനലൊന്നും അല്ല ഇട്ടിരിക്കുന്നത്. പിന്നെ എങ്ങനെയൊക്കെ അതൊക്കെ പൈപ്പൊക്കെ കട്ട് ചെയ്തായിട്ടിരിക്കുന്നത്. എന്തായാലും ഇവിടം വരെ ഓടിയെത്തി. ഇനിയിപ്പം നമുക്ക് ഇനിയിപ്പോൾ അതൊക്കെ മാറ്റണം. നമ്മുടെ സ്കോർപിയോ എത്തിച്ചു വിടാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണാം. എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും അടുത്ത യാത്രയിൽ കാണാം. ബൈ.